അതായത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ വിഷയത്തിൽ പറഞ്ഞതിനേക്കാളും ഹൈലൈറ്റഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് മന്ത്രി പി പ്രസാദ് പറഞ്ഞത്, അതിന് വി ശിവൻകുട്ടി ഇന്ന് നൽകുന്ന മറുപടി, ഇതൊക്കെയാണ് വലിയ രീതിയിൽ കൊടുക്കുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് അടക്കം ആ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചതിന് പുറത്തേക്ക് വന്നതാണ്. അത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയാവുകയോ അല്ലെങ്കിൽ തലക്കെട്ടാവുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാം. ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ്. ആ ചിത്രം രാജ്ഭവനിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ആ ചിത്രം അവിടെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അവിടെ വെച്ചുകൊണ്ട് പരിപാടികൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ അവിടേക്ക് വരേണ്ട. ക്ലിയറാണ്, തീരുമാനമാണ്. ആ തീരുമാനമെടുക്കാൻ രാജ്ഭവന്റെ കസ്റ്റോഡിയനായിട്ടുള്ള ഗവർണർക്ക് അധികാരമുണ്ട്. അതിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഭരണഘടനാ വിദഗ്ധരായ അഭിഭാഷകരോടക്കം നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, രാജ്ഭവനിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണം, രാജ്ഭവനിലെ പരിപാടികളുടെ കാര്യക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു പരിപാടിയിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം, അതെല്ലാം ആ വിവേചനാധികാരം രാജ്ഭവനാണ്. അല്ലാതെ പിണറായി സർക്കാരിനോ മന്ത്രി വി ശിവൻകുട്ടിക്കോ മന്ത്രി പി പ്രസാദിനോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോ ഇപ്പോൾ പരാതി കൊടുത്ത പി സന്തോഷ് കുമാർ എന്ന MP-ക്കോ അല്ല. അതുകൊണ്ട് ഈ പരാതിയുമായി രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം.